ഇനി രാജസ്ഥാനിലെ സിക്കറിൽ വിജയിച്ച CPM സ്ഥാനാർത്ഥി വെൽഫെയർ ഓഫീസിൽ അവിടെ നന്ദി പറയാൻ പോയിരിക്കുക. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ നന്ദി പറയാൻ പോയിരിക്കുക. ഇതൊക്കെ കേരളം കാറിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഒന്ന് ഓർത്താൽ മതി. ഇതെല്ലാവർക്കും അറിയാം. 4 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈതൂങ്ങി നടന്ന ആളുകൾ ഇപ്പൊ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോ എല്ലാം മാറി. ഇനി SDPI പിന്തുണയോടെ പറപ്പൂരിൽ CPM പ്രസിഡന്റ്. എത്ര വാർത്തയുണ്ട്. ഇനി ഞാൻ നിങ്ങളറിയണം, PDP ഇത് നായനാരുടെ കാലത്ത് ഇറങ്ങിയ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ ഇറക്കിയ ഒരു ബുക്കാണ്. ആ ബുക്കില് പറഞ്ഞിരിക്കുന്നത് മദനി ആഭ്യന്തര വകുപ്പിന്റെ അവകാശവാദമാണ്. കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. അത് ആഭ്യന്തര വകുപ്പിന്റെ നേട്ടമായിട്ടാണ്. സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞു. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കലാപം മുഴുവൻ അടിച്ചമർത്താൻ കഴിഞ്ഞു എല്ലാം. എന്നിട്ട് ഈ ആൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ 1 മണിക്കൂർ കാത്തിരുന്നു ഈ ആൾക്ക് വേണ്ടി. ആരാണ്? പിണറായി വിജയൻ. കാപട്യമേ അങ്ങയുടെ പേര്, അങ്ങയുടെ കാപട്യത്തിന്റെ പെരിയായമാണ് അങ്ങ്. ഇങ്ങനെ ഈ വന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്നു ഒരു ബന്ധമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഏത് ജമാഅത്ത് ഇസ്ലാമി, ഏത് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പിണറായി വിജയനെ പോലെ ഒരാളെ ചോദിക്കാമോ? നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയണം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കലായിരുന്നു. അന്ന് വ്യാപകമായി എല്ലാ പാർലമെന്റ് ഇലക്ഷന്റെ എല്ലാ ദിവസവും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. 35ാമത്തെ ദിവസം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ ന്യൂനപക്ഷ പ്രകടനം നടത്തല്ല, അവർ വോട്ട് ചെയ്യാൻ പോകത്തില്ല എന്നുള്ളത്. അന്ന് ഈ പൗരത്വ രജിസ്റ്റർ അറിയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 843 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആകെ പിൻവലിച്ച കേസ് 112 അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസ് പിൻവലിക്കാതിരുന്നത്? BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനാണ് കേസുകൾ പിൻവലിക്കാതിരുന്നത്. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പോ ആരുടെ ഇപ്പൊ ഭൂരിപക്ഷ പ്രീണനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി. അതിന് ചില ആളുകളെ കൂടി കൊണ്ടുവന്നിട്ട്, ചില ഉപകരണങ്ങൾ കിട്ടുമല്ലോ, അവരെ കൂടി കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രസംഗിപ്പിക്കും. മലപ്പുറത്തിനെതിരായ പ്രസംഗം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസംഗം. ലീഗ് വർഗീയ ശക്തിയല്ല മതേതര ശക്തിയാണെന്ന് ലീഗിന്റെ പുറകെ നടന്നപ്പോൾ 1 കൊല്ലം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ലീഗിനെ കിട്ടൂല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലീഗ് വർഗീയ ശക്തിയായി. 4 പതിറ്റാണ്ട് കാലം ഇതെല്ലാം ചെയ്തു വെച്ച ആളുകൾ അവരുടെ കൂടെ കൂടുമ്പോൾ ഇവരെല്ലാം മതേതര പാർട്ടികൾ. കോൺഗ്രസിന് പിന്തുണ കൊടുത്താൽ വർഗീയ പാർട്ടി. ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഇതാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. ഈ ജമാഅത്ത് ഇസ്ലാമി CPM കുറിച്ച് പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും കോൺഫിഡന്റ് ആണോ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം? അല്ല, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക്, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. 2019 മുതൽ അവര് ദേശീയ തലത്തിലെ രാഷ്ട്രീയം എടുത്തിട്ട് കോൺഗ്രസ് ദുർബലമാകാൻ പാടില്ല എന്നുകൊണ്ടാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവർക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതല്ലേ കോയമ്പത്തൂരിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ DMK കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ കൊടുത്തു. ഇവിടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. കോൺഗ്രസാണ് അവിടെ ജയിച്ചു വരേണ്ട അവർ തീരുമാനിച്ചു. ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അവരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അവർ ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു, CPM-ന്റെ കൂടെ ആയിരുന്നു. CPM സ്ഥാനാർത്ഥിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അപ്പൊ CPM സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ പിന്തുണ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് പിന്തുണ വരുമ്പോഴാണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലാക്കും. അല്ലല്ലോ, UDF മുന്നണിയിൽ അവരില്ല, ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറുമില്ല. പ്രാദേശിക തലത്തിൽ ചില സീറ്റ് അറേഞ്ച്മെന്റ്സ് വളരെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നു കാണും.